നമസ്കാരം, ഞാൻ ഡോക്ടർ അനില ആസാദ്, ലൈഫ് ലൈൻ ക്ലിനിക് പൂനെയിലെ കൺസൾട്ടന്റ് ഓബ്സ്റ്ററ്റീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇൻ പ്രഗ്നൻസിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രഗ്നൻസിയിൽ ഡയറ്റോ? പ്രഗ്നൻസിയിൽ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ളത് അത്രയും കഴിക്കാം എന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല. പ്രഗ്നൻസിയിലും ചിട്ടയായ ആഹാരക്രമവും വ്യായാമവും അത്യാവശ്യം തന്നെയാണ്. പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിലൂടെ കാണും. അതിനു മുമ്പായിട്ട് ഹെൽത്തി വെയ്റ്റ് ഗെയിൻ എന്നൊരു കാര്യം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു ഗർഭകാലത്തിൽ നോർമൽ BMI ഉള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ 11 to 16 kilograms മാത്രമേ കൂടാൻ പാടുള്ളൂ. അത് ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ 5 to 9 kgs മാത്രമാണ് അവർക്ക് കൂടേണ്ടത്. അതിൽ തന്നെ ആദ്യത്തെ 3 മാസം 1 to 3 kilograms മാത്രമേ കൂടാൻ പാടുള്ളൂ. അതിനുശേഷമുള്ള ഓരോ മാസവും 2 kilograms കൂടുതൽ കൂടാൻ പാടില്ല. ഒരു മാസം 2 kilograms മാത്രമാണ് കൂടേണ്ടത്. ഇതിനു വേണ്ടി നമുക്ക് ചിട്ടയായ ആഹാരക്രമം വേണം. പ്രഗ്നൻസിയിൽ ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. പ്രഗ്നൻസിയിൽ ഒഴിവാക്കേണ്ട ചില ഫുഡുകളുണ്ട്. പ്രധാനമായും മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കേക്ക്, ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, പിന്നെ മൈദ അടങ്ങിയ പറോട്ട, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്, പിസ്സ, ബർഗർ പോലത്തെ ജങ്ക് ഫുഡ്സ്, ഓയിലി ആൻഡ് ഫ്രൈഡ് ഫുഡ്സ്, ഇതൊക്കെ പ്രഗ്നൻസിയിൽ ഒഴിവാക്കേണ്ടവയാണ്. പിന്നെ പ്രഗ്നൻസിയിൽ എന്താണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്? പൊതുവെ ഒരു സൗത്ത് ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിരിക്കും. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ് വൈറ്റ്സ്, ഫിഷ്, ചിക്കൻ, ലീൻ മീറ്റ്, വെജിറ്റബിൾ പ്രോട്ടീൻ, പയറുവകകൾ, കടല, സോയാബീൻ, ഇതൊക്കെ നമുക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫൈബർ ഫുഡ്സ്, നാരടങ്ങിയ ആഹാരങ്ങൾ, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, സിട്രസ് ഫ്രൂട്ട്സ്, മധുരം കുറഞ്ഞ ഓറഞ്ച്, മൊസംബി, ആപ്പിൾ, ഈ ഫ്രൂട്ട്സ് ഒക്കെ ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പഴുത്ത ഏത്തപ്പഴം, മധുരമുള്ള പഴുത്ത മാങ്ങ, ഇതൊക്കെ അളവ് കുറച്ചെടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയും അളവും കുറയ്ക്കണം. എസ്പെഷ്യലി ഡ്രൈ ഫ്രൂട്ട്സ് വളരെ കുറവ് വേണം എടുക്കാനായിട്ട്. കൂടാതെ വാട്ടർ കണ്ടന്റ്, ഡെയിലി ഡയറ്റിൽ ഒരു 2 to 3 liters ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ കുടിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മോർണിംഗ് 8-8:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഉഴുന്നടങ്ങിയ ദോശ, ഇഡ്ഡലി, റാഗി അടങ്ങിയ റാഗി ദോശ, റാഗി പുട്ട്, ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരു സ്നാക്സ് എടുക്കാവുന്നതാണ്. ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഒരു ഗ്ലാസ് പാല്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സാലഡ് സ്നാക്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. ലഞ്ച് 1 o'clock കഴിക്കണം. ലഞ്ചിലും വൈറ്റ് റൈസ് മാറ്റി ബ്രൗൺ റൈസ് ആക്കാൻ ശ്രദ്ധിക്കണം. ലഞ്ചിൽ ലീഫി വെജിറ്റബിൾസ്, പ്രോട്ടീൻ മസ്റ്റായിട്ടും ഉണ്ടാവണം. ഈവനിങ് 4 o'clock ഒരു സ്നാക്സ് എടുക്കാം. പൊതുവേ കഴിക്കുന്ന ബ്രെഡ്, ബിസ്ക്കറ്റ് മാറ്റിയിട്ട് കടല പുഴുങ്ങിയതോ പയർ പുഴുങ്ങിയതോ സ്നാക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 8-8:30 ആകുമ്പോഴേക്കും ഡിന്നർ കഴിക്കണം. ഡിന്നറിൽ ചോറ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം പ്രോട്ടീനും മസ്റ്റായിട്ട് എടുക്കണം. കിടക്കുന്നതിന് തൊട്ട് മുമ്പായി ഒരു ഗ്ലാസ് പാല് കുടിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഡയറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 3 meals and 3 snacks എന്നുള്ള രീതിയിലാണ് ഡയറ്റ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, 3 മീൽസും അതിൻ്റെ ഇടയ്ക്ക് ചെറിയ 3 സ്നാക്സും എന്നുള്ള രീതിയിൽ. ഒരു സമയം ഒരുപാട് ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി എക്സസൈസ് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് നോക്കാം. പൊതുവെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് വാക്കിംഗ് തന്നെയാണ് പ്രഗ്നൻസിയിൽ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈ 3 മേജർ മീൽസിന് ശേഷം ഒരു 20 to 30 minutes സ്ലോ വാക്കിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എക്സസൈസ്. ഇത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുമാണ്. ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡിലെ ഷുഗർ ലെവൽ അമിതമായി കൂടുന്നതിനെ ഇത് പ്രിവെന്റ് ചെയ്യുന്നു. തുടർന്ന് ഡെലിവറി സമയം അടുക്കുമ്പോഴേക്കും നോർമൽ ഡെലിവറിക്ക് സഹായകമാകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ കറസ്പോണ്ടിങ് കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു.